പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും വരികയാണ്. കാണുമ്പോൾ എന്താണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് അതിനെ കുറിച്ച് ഒരല്പം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അതായത്, പഴയ കാലത്ത് ഭരണകർത്താക്കൾ ഒരുവിധമെങ്കിലും രാഷ്ട്രത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ല, രാഷ്ട്രത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇന്നെന്തുവാ സംഭവിക്കുന്നത്? എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും ഓരോന്നും പറഞ്ഞ് നടപ്പിലാക്കുന്നു. എന്നാൽ എന്താണ് പൊതുജനങ്ങളുടെ ജീവിതമെന്ന് ഇവർ അറിയാത്തവരല്ല. അവർ അത് കണ്ണടച്ചിട്ട് ലോകത്തിൻ്റെ ഉയർച്ചയിലെന്ന് പറഞ്ഞു വരുത്താനായിട്ട്. ശരി, ഇന്ത്യ ലോകത്തിൻ്റെ ഉയർച്ചയിലെത്തി. എവിടെ? എന്തുകൊണ്ട് നരേന്ദ്രമോദി തൻ്റെ വസതിക്ക് ചുറ്റുമുള്ള ചെറുകിട കുടിലുകൾ മാറണമെന്ന് പറഞ്ഞു? അത് സുരക്ഷയ്ക്ക് വേണ്ടി. എന്തുവാ നീ എന്തിനാ പേടിക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. മനുഷ്യർക്ക് ജീവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കാനായി അവകാശമില്ലേ? അവരെന്നെ ആകാനൊക്കുമോ? BJPയിലുള്ള എത്ര പേർ സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്? നരേന്ദ്രമോദിക്കെങ്കിലും ഒന്ന് പറയാം. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഇന്ത്യക്ക് മെഡൽ വാരിക്കൂട്ടിയ റെസ്ലിങ്ങിൻ്റെ പെമ്പിള്ളാര് അവരുടെ മെഡൽ പോലും തിരിച്ച് നൽകിയതിനു വേണ്ടിയാ. ഞാൻ കൂടുതലും പറയുന്നില്ല മക്കളെ. ആര് രാജ്യം ഭരിച്ചാലും അവർ ഒന്ന് ചിന്തിക്കണം. ആ രാജ്യത്തെ ജനങ്ങൾക്ക് ദ്രോഹമല്ല, ആ രാജ്യത്ത് നീതി നടപ്പാക്കണം. ഇന്ന് നേതാക്കൾ രാജ്യം ഭരിക്കുന്നവർക്ക് അതല്ല ചിന്ത. ഞാൻ ആനപ്പുറത്താണ്. എന്നാൽ മക്കളെ, നീ ഒരു ദിവസം ഈ ആനയുടെ മണ്ടേന്ന് താഴെ ഇറങ്ങി ഇച്ചിരാന്നറിയാമോ? ഞാൻ പറയുന്നില്ല. ആ സമയം നീ ചിന്തിക്കണം. ആനപ്പുറത്തല്ല ഇപ്പോഴും നീ. അത് ചിന്തിച്ചോ? ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ഓർത്തസഭയിലെ ബസ് സ്റ്റാൻഡ് പോലെ നീ നടന്നാൽ നിനക്ക് വരാൻ വരുന്ന ഭവിഷ്യത്ത് ഒരിക്കലും ഇപ്പോൾ നീ ഇമാജിൻ ചെയ്യുന്ന പോലെ അല്ലായിരിക്കും. ഇന്ത്യയെ ഭരിക്കേണ്ടവർ കേരളത്തിൽ തന്നെ വന്ന ഒരു മനുഷ്യണ്ട്, കേരളത്തിലെ BJPയുടെ നേതാവായിട്ട്. ആ മനുഷ്യൻ തന്നെ ആരാണെന്ന് താങ്കൾ തന്നെ പറയാം. കേന്ദ്രത്തിലുള്ള ബ്രിജ്ഭൂഷൺ എന്നുള്ള മറ്റ് എല്ലാ നേതാക്കന്മാരും നിൻ്റെ കൂടെ ഉള്ളവർ ആരാണ്? നീ ആരെയാണ് നരേന്ദ്രമോദി കൂട്ടുപിടിച്ചേക്ക്? മക്കളെ, അതൊരിക്കലും നിനക്ക് നന്മയ്ക്കായി ഭവിക്കത്തില്ല.
അതിക്രമവും വഞ്ചനയും കൊള്ളതാരെയും കാണിച്ചവരെ കൂട്ടുപിടിച്ച് നിന്റെ കൂടെ നിർത്തി നീ എത്ര കാലം ജീവിക്കും? അവർ സമയം വരുമ്പോൾ നിന്നെ തഴച്ചു പോകും. നീ അവിടെ കിടക്കുകയും ചെയ്യും മക്കളെ. എന്നാലും ഞാൻ പറയുന്നത്, സമയമുള്ള സമയത്ത് ഇന്ത്യയെ രക്ഷിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ചുറ്റി നടന്ന് വീടുന്ന അവരുമായിട്ട് ഇത് ചെയ്യല്ല. ഇന്ത്യയിലെ ജനങ്ങൾ, പാവം പിടിച്ച ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നീ ചിന്തിച്ച് ചെയ്യില്ല എങ്കിൽ ഒരു കാലത്ത് നീ അതിനു വേണ്ടി പശ്ചാത്തപിക്കേണ്ടി വരും.